ഹായ് ഡിയേഴ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നല്ല കാം ആൻഡ് പീസ്ഫുൾ മോർണിംഗ് ആണ്. അപ്പം നമ്മൾ വിചാരിച്ചു ഒന്ന് രാവിലെ അമ്പലത്തിലൊക്കെ ഒന്ന് പോയി ജസ്റ്റ് എൻ്റെ വീട്ടിലൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്ത് മോളെ അവിടെ ആക്കിയിട്ടൊക്കെ പോരാമെന്ന് വിചാരിച്ചു. ആൾ കുറേ ആയി പറയുന്നത് എനിക്ക് അമ്മച്ചൻ്റെ അമ്മമ്മേൻ്റെ അടുത്ത് പോയി നിൽക്കണം എന്ന്. ഇതിൻ്റെ മുന്നേ ഒരു വട്ടം കൂടിയിട്ടുണ്ടെങ്കിലും കൂടി പിന്നെ പോയി നിന്നപ്പോൾ ഒക്കെ എൻ്റെ സിസ്റ്റർ ഉണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ ഇപ്രാവശ്യം അവളൊന്നും ഇല്ലാതെ അവൾക്ക് പോയി നിൽക്കണം എന്നാണ് പറയുന്നത്. എനിക്ക് പോയി നിന്ന് പഠിക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചു. അങ്ങനെ നമ്മൾ അമ്പലത്തിരിക്കുകയാണ്. ഇനി തൊഴുതിട്ട് വന്നിട്ട് കാണാം കേട്ടോ. അങ്ങനെ തൊഴുത് കഴിഞ്ഞു. കർക്കിടക മാസം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട് കേട്ടോ അമ്പലത്തിൽ. നമ്മൾ പൊതുവേ വിചാരിച്ചതിനേക്കാളും തിരക്കുണ്ട്. കാരണം ഞങ്ങൾ ലേറ്റ് ആയിട്ടായിരുന്നു വരുന്ന സമയത്ത്. ഞങ്ങൾ വിചാരിച്ച് ക്ലോസ് ആയി പോവുമോ എന്നുള്ളത്. അപ്പോൾ ക്ലോസ് ആയിട്ടൊന്നുമില്ല. ഞങ്ങൾ ഈ അമ്പലത്തിൽ വന്ന 2-3 പ്രാവശ്യങ്ങളിലൊക്കെ ആയിട്ട് നമുക്ക് ചായയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. എപ്പോഴാണ് ഏത് ദിവസങ്ങളിലാണ് അവിടെ ചായ കൊടുക്കുക അതൊന്നും അറിയില്ല. പക്ഷേ ഞങ്ങൾ വരുമ്പോൾ ഒക്കെ ഞങ്ങൾക്ക് കിട്ടാറുണ്ട്. ആൻഡ് ഈ ഒരു ഉപ്പുമാവിൻ്റെ ഒരു ഫാനല്ല ഞാൻ. ഏട്ടനും ഓക്കെ ആണെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ നീമുക്കുട്ടി ഇതിൻ്റെ ഭയങ്കര വലിയ ഫാനാണ്. അതുകൊണ്ട് ഓക്ക് കൊടുക്കുന്നുണ്ട്, കൂട്ടത്തിൽ ഏട്ടനും കഴിക്കുന്നുണ്ട്. എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്കാണ് പോകുന്നത്. അവിടെ വീട്ടിലമ്മ ഞങ്ങൾക്ക് എല്ലാവർക്കും ചായയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അവിടെ പോയി കുടിക്കണം. നീമൂനെ അവിടെ ആക്കണം. കുറച്ച് അമ്മച്ചൻ്റെയും അമ്മമ്മേൻ്റെയും കൂടിയൊക്കെ കളിക്കട്ടെ എന്ന് വിചാരിച്ചു. കുറച്ചുകൂടി അവൾക്ക് അവിടെയാണ് ഇഷ്ടം. വെള്ളവും മുറ്റവും ഒക്കെ ആയിട്ട് കുറച്ചും കൂടി അവിടെ സ്പെൻഡ് ചെയ്യാൻ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ദെൻ നമ്മൾ റിട്ടേൺ വീട്ടിലേക്ക് പോരും. ഞങ്ങൾക്ക് കുറച്ചധികം പണികൾ ചെയ്ത് തീർക്കാനുണ്ട്. ദെൻ ഈവനിങ് പോയിട്ട് അവളെ പിക്ക് ചെയ്യുകയാണ് ചെയ്യുക. ഇതാണ് നിലവിൽ ഞങ്ങളുടെ പ്ലാൻ. പപ്പയും അമ്മയും പോയിക്കൊണ്ട് ഞാനിവിടെ നിന്നോളാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താവുമെന്ന് കണ്ടറിയാം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബായ്.